കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കണ്ടല്ലോ, രാഗസുധ പറഞ്ഞ കാര്യം ചെയ്യാൻ എനിക്ക് എത്ര എളുപ്പമാണെന്ന്. ഇനി ഒരിക്കൽ കൂടി ഇതുപോലെ തോക്ക് ചൂണ്ടേണ്ടി വന്നാൽ ആ കർമ്മം ഞാൻ തന്നെ നടത്തും. എങ്കിൽ പിന്നെ ഇപ്പൊ അങ്ങ് നടത്തിക്കൂടായിരുന്നോ? ഇങ്ങനൊരു ഫോട്ടോയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. രവിവർമ്മന്റെ തല ചിതറിയ ഫോട്ടോയാ. നിഗൂഢമായ ഉറക്കത്തിൽ നിന്നും അവൻ ഒരിക്കലും ഉണരാൻ പാടില്ലായിരുന്നു. അതിനൊക്കെ സമയമുണ്ട് രാഗസുധേ. പക്ഷേ ഇപ്പൊ വേറൊരു പ്രശ്നമുള്ളത്, എന്നെ തിരികെ പറഞ്ഞു വിടാൻ തീരുമാനിച്ചിരിക്കുക. നാളെ തന്നെ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്ത് സംഭവിച്ചാലും രാജാറാമിനടക്കം പലർക്കും സംശയം എന്നെയാവും. ഞാൻ വഴി നിന്നെ. പോകുന്ന കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവട്ടെ ആദ്യം, എന്നിട്ടാവാം നിന്റെ നീതി നടപ്പാക്കുന്നത്. നിന്നെ ഇപ്പോഴും ഞാനങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്റെ രവിവർമ്മന്റെ തലയ്ക്ക് മുകളില് എന്റെ ആളുകൾ വട്ടമിട്ട് പറക്കുന്നുണ്ട്. എന്നോട് പറയുന്നതും ഞാൻ പറയുന്നതുമല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം നീ കൂടുതലായോ കുറവായോ ചെയ്താൽ ഒരു സെല്ലേ നീ നിനക്കായി പറഞ്ഞു വെച്ചിട്ടാവണം. അത് എന്നെ പോലെ തന്റെ ഉള്ളവർ കിടക്കുന്ന ജയിലല്ല. സ്വന്തം ഭർത്താവ് കൺമുന്നിൽ മരിക്കുന്നത് കണ്ട് ഭ്രാന്താകുന്ന ഭാര്യയെ കൊണ്ടിടുന്ന ഭ്രാന്താശുപത്രിയിലെ ഒരു സെല്ല്. ഞാനീ പറഞ്ഞത് ഈശ്വരവചനം പോലെ നിന്റെ കാതുകളിൽ എന്നും മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കണം, എപ്പോഴും. ഗുഡ് മോർണിംഗ് സാന്ദ്ര മാഡം. എന്താ മാഡം ഈ മോർണിംഗ് മാഡത്തിന് അത്ര ഗുഡ് അല്ലെന്ന് തോന്നുന്നു. നോട്ട് ഗുഡ് രാജാറാം സർ. വൈ? ശ്രീലക്ഷ്മി മാഡത്തിന്റെ കാര്യം തന്നെയാ. ഇനി ഏതാനും മണിക്കൂർ കൂടിയേ മുന്നിലുള്ളൂ. അതുകൂടി കഴിഞ്ഞാ ഞാനും അതിനെക്കുറിച്ച് ഓർത്തു മാഡം. പക്ഷേ ഇതിലൊരു തരത്തിലും രവിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.
താൻ ശ്രീലക്ഷ്മിയാണെന്ന് പറയേണ്ട സാഹചര്യത്തിലും മാഡത്തിനത് പറയാൻ പറ്റിയില്ല. പ്രശ്നങ്ങൾ ഇത്രയ്ക്ക് കൊണ്ടെത്തിച്ചത് ശ്രീലക്ഷ്മി മാഡം തന്നെയാണ്. എല്ലാത്തിനും ഒരു അതിർവരമ്പ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ മാഡം. അത് മറികടന്ന് ശ്രീലക്ഷ്മി മാഡത്തെ രക്ഷിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അത് സത്യമാണ് രാജാറാം സർ. ഇന്നലെ രാത്രി ഞാൻ രവി സാറിനെ കണ്ടിരുന്നു. സാറിന്റെ ഓരോ വാക്കിലും ഉറച്ച തീരുമാനത്തിന്റെ സ്വരം ഉണ്ടായിരുന്നു. ഇനി ഞാൻ നോക്കിയിട്ട് ആകെ ഒരു വഴിയുള്ളത് സാറാണ്. രാജാറാം സാർ രവി സാറിനെ കണ്ട് ഒന്ന് സംസാരിക്കണം. ചെയർമാനോട് വൈസ് പ്രസിഡന്റിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷനിൽ ഒതുക്കി നിന്നേ വ്യക്തിപരമായ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനാവൂ. പക്ഷേ സെക്യൂരിറ്റി ഓഫീസർ എന്നതിലുപരി ഒരു ഫ്രണ്ടായിട്ട് സാറിന് കുറച്ചുകൂടി കാര്യങ്ങൾ രവി സാറിനെ ധരിപ്പിക്കാനാവൂ. ബന്ധങ്ങൾക്ക് ജീവനെ പോലെ മൂല്യം കൊടുക്കുന്ന രവി സാറിന് രാജാറാം സാർ പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായെന്ന് വരും. രവി സാറും ശ്രീലക്ഷ്മി മാഡവും അകന്നു പോകാതിരിക്കാൻ അവസാന ശ്രമം എന്ന രീതിയിൽ ഒരു പരീക്ഷണം നടത്തി നോക്കിക്കൂടെ സാർ? എനിക്കതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല സാന്ദ്ര മാഡം. എങ്കിലും മാഡത്തിന്റെ വിശ്വാസം മുൻനിർത്തി ഞാൻ രവിയോടൊന്ന് സംസാരിക്കാം. മുമ്പ് ഞാൻ തന്നെ പറഞ്ഞുവിടാൻ പല തവണ പറഞ്ഞ ആളെയാ ഇപ്പൊ പറഞ്ഞു വിടരുത് എന്ന് പറയാൻ പോകുന്നത്. എല്ലാത്തിനും ഒരു ഈശ്വര തീരുമാനം ഉണ്ടല്ലോ. ഇനി എന്റെ ഊഴത്തിലാണ് ആ ഈശ്വര തീരുമാനം നടക്കാൻ പോകുന്നതെങ്കിൽ നടക്കട്ടെ. മാഡം ധൈര്യമായിരിക്കെ. ഞാൻ എന്തായാലും രവി ഒന്ന് കാണട്ടെ. ഈശ്വര, ഞാൻ ഈ വീട്ടിലേക്ക് വന്നു കയറിയ നാള് മുതൽ മുടങ്ങാതെ ഞാനിവിടെ തിരിതെളിയിക്കുന്നുണ്ട്. എല്ലാ വഴികളും അടഞ്ഞാലും ഏതെങ്കിലും ഒരു വഴി തുറന്നു തരുമെന്ന് കേട്ടിട്ടുണ്ട്. മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞാണ് കിടക്കുന്നത്. ഒന്നും പിടിച്ചു നിർത്താൻ പറ്റാത്തവണ്ണം എല്ലാം എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ പോകുന്നത് ഈ വീട്ടിൽ നിന്നും മാത്രമല്ല, എന്റെ രവി സാറിന്റെ മനസ്സിൽ നിന്ന് കൂടിയെന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. രവി സാർ എടുത്ത തീരുമാനം തന്നെയാണ് അവിടത്തെയും തീരുമാനമെങ്കിൽ ഈ ഉള്ളവൾക്ക് ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ശക്തിയും അവിടുന്ന് തരണം. ഇനിയും പരീക്ഷണങ്ങളിൽ അകപ്പെടുത്തരുത്. ഹലോ ശ്രീലക്ഷ്മി, ഇന്ന് ഏതാനും മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഈ നാടും വീടും വിട്ട് ശ്രീലക്ഷ്മി തിരികെ പോവുകയാണല്ലേ? സത്യം പറഞ്ഞ സമയദോഷം എനിക്കാ. അത്യാവശ്യം കാശിനെന്തെങ്കിലും ആവശ്യം വന്നാ ആദ്യം ഓർമ്മ വരുന്ന മുഖം ശ്രീലക്ഷ്മിയുടേതായിരുന്നു. ഇനി മുതൽ അതും ഗോവിന്ദ. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? പറഞ്ഞ പണം ഞാൻ തന്നതല്ലേ? തന്നു. അതുകൊണ്ട് ഇന്ന് വരെ രവിവർമ്മന്റെ ഭാര്യയായി ആ വീട്ടിൽ സുരക്ഷിതയായി കഴിയാൻ സാധിച്ചല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ വിളിച്ച കാര്യം, ഈ ഒരു കോളോടെ ഞാനും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള സകല ഇടപാടുകളും നിർത്തുകയാണ്. അതിനു മുമ്പ് ഒരു ഫൈനൽ സെറ്റിൽമെന്റ് അതും കൂടി വേണം എന്നെനിക്ക് തോന്നി. ഇല്ല, ഇനി തരാൻ എന്റെ കയ്യിൽ പണമൊന്നുമില്ല. അതിന് പണം വേണമെന്ന് ആര് പറഞ്ഞു? പിന്നെ വേറെ എന്താ വേണ്ടത്? അവിടെ ആ വീട്ടില് ഒരു ഇരുട്ടുമുറിയിൽ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട്.
മരിച്ചുപോയ രാജനന്ദിനിയുടെ സ്വർണം. വെറുതെ എന്തിനാ അതവിടെ ഇരുന്ന് പൊടിയടിക്കുന്നത്? അതിന്റെ അവകാശം മരിച്ചുപോയി. പിന്നെ ശ്രീലക്ഷ്മി പോയാ പിന്നെ മടങ്ങി വരാനും പോകുന്നില്ല. ആർക്കും പ്രയോജനമില്ലാതെ അതവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് ശ്രീലക്ഷ്മിക്ക് അത് ഉപകാരപ്പെടട്ടെ. അത് ശ്രീലക്ഷ്മിക്ക് എങ്ങനെ ഉപകാരപ്പെടും എന്നാണോ ചിന്തിക്കുന്നത്? ആ സ്വർണം എന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ ശ്രീലക്ഷ്മി ഭയപ്പെടുന്ന ആ വീഡിയോ ഞാൻ എന്നേക്കുമായി നശിപ്പിക്കും. അതല്ല, ഞാൻ ഇപ്പോ പറഞ്ഞതിന് വിസമ്മതമാണ് തിരികെ പറയുന്നതെങ്കിൽ നടക്കുന്നത് വേറെ ആയിരിക്കും. എന്തിനാ ശ്രീലക്ഷ്മി യാത്ര പറഞ്ഞിറങ്ങുന്ന ഇമോഷണലായുള്ള ഒരു രംഗത്തെ ശാപം പിടിച്ച ഒരു രംഗമാക്കി മാറ്റുന്നത്? ആർക്കും ഛേദമില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ശ്രീലക്ഷ്മി അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നും എല്ലാവരുടെയും മനസ്സിൽ ഒരു മാലാഖയെ പോലെ ഇയാളുണ്ടാവും. അത് ചെയ്തില്ലെങ്കിൽ എന്റെ ഫോണിലെ 2-3 ക്ലിക്കിൽ എല്ലാവരുടെയും മുന്നിൽ ശ്രീലക്ഷ്മി കള്ളിയാണെന്ന് മുദ്രകുത്തപ്പെടും. എന്ത് വേണമെന്ന് സ്വയം ആലോചിക്കുക. ആലോചിക്കാനൊന്നുമില്ല. ഇനി ഒന്നിനും എന്നെ കൊണ്ട് വയ്യ. താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അർച്ചന, അമ്മേ, അമ്മേ, ശ്രീലക്ഷ്മിയോട് വരാൻ പറയൂ. അമ്മ അമ്പലത്തിൽ പോയപ്പോ എന്നെയും കൂടി വിളിച്ചിരുന്നെങ്കിൽ ഞാനും വന്നേനെ. നീ ഇന്ന് ബാംഗ്ലൂർക്ക് പോകുന്നില്ലേ? പോണം അമ്മേ. സത്യം പറഞ്ഞാ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ രവി സാറ് പറയുന്നോണ്ട് പറ്റില്ലെന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ അമ്മയ്ക്ക് ചായ എടുക്കാം. കൺമണി, അതല്ലേ നിന്റെ ശരിക്കും പേര്? ഓ, ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാണോ? ഇപ്പോ എന്റെ ഫോണിലേക്ക് ഒരു വീഡിയോ വന്നിരുന്നു. ഇനി അതിലെന്താണെന്ന് ഞാൻ നിന്നെ കാണിക്കേണ്ട കാര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. രേഖയോടും രാജലക്ഷ്മിയോടും ഞാനൊരു തെറ്റ് ചെയ്തു. ഇവൾ ശ്രീലക്ഷ്മി അല്ല കൺമണിയാണെന്ന് തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ഞാനത് വിശ്വസിച്ചില്ല. നിങ്ങളായിരുന്നു ശരി എന്ന് പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ട് ഇവൾക്ക് വേണ്ടി ഞാൻ വാദിച്ചു. വാദി പ്രതിയാണെന്ന് ഇപ്പൊ ബോധ്യമായതുകൊണ്ട് പശ്ചാത്താപത്തോടെ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പൊന്നും മധുരല്ലോ പറയണ്ട. അല്പം വൈകിയാണെങ്കിലും സത്യം തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനിയെങ്കിലും മധുരല്ലോ മനസ്സിലാക്കണം,
ഞങ്ങൾക്ക് ഈ കുടുംബത്തോടുള്ള സ്നേഹവും കരുതലും. അതെ, ഇവള് കൺമണിയാണെന്ന് ഇവള് തന്നെ പറയുന്നത് ഞങ്ങൾ കേട്ടതാ. പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാത്തതുകൊണ്ട് മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കുകയായിരുന്നു ഞങ്ങള്. ആഹാ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നാ എല്ലാരും വാ, നമുക്ക് വല്ലതും കഴിക്കാം. വാ. കഴുപ്പ് ഉറക്കമൊക്കെ പിന്നെ. ആദ്യം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവട്ടെ. പ്രശ്നോ? എന്ത് പ്രശ്നം? എന്താ ഏട്ടത്തി? ഏടത്തിയോ? ആരാ നിങ്ങളുടെ ഏട്ടത്തി? ഇവളോ? ഏത് തായ്വേരിന്റെ കൂട്ടുപിടിച്ച ഇവള് നിങ്ങൾക്ക് ഏട്ടത്തിയുടെ മൊറ എന്നൊന്ന് പറഞ്ഞു തന്നാ കൊള്ളാം. മധുരം ലോയ്ക്കും അറിയേണ്ടത് അതാ. എന്നോട് മറുപടി പറയേണ്ടതും എനിക്ക് കേൾക്കേണ്ടതും രഘുവിന്റെ മറുപടിയല്ല. ഈ വീട്ടിൽ ഞാൻ മകനായി ആരാധിച്ച ഒരു മരുമകനുണ്ടല്ലോ. അമ്മേ, സത്യം ഞാൻ പറയാം. അമ്മയോ? അങ്ങ് നീലഹസ്തിയിൽ എവിടെയോ ജനിച്ച നിനക്ക് ഞാൻ എങ്ങനെ അമ്മയാകും? ഇവനോട് ചോദിക്കുന്നതിന്റെ ഉത്തരം നീ പറയണ്ട. എല്ലാവരും ശ്രീലക്ഷ്മിയെ കാണാതെ വിഷമിച്ചപ്പോ നീ കണ്ടുപിടിച്ച എളുപ്പവഴിയാണോ ഈ നിൽക്കുന്നത്? അമ്മ, ഇത് ശ്രീലക്ഷ്മി തന്നെയാണ്. ഞാൻ സ്നേഹിച്ച് വിശ്വസിച്ച് താലി കെട്ടിയ ശ്രീലക്ഷ്മിയാണെന്ന് എനിക്ക് ഉറപ്പാണ്. അത്ര ഉറപ്പാണെങ്കിൽ സത്യം എന്താണെന്ന് ചേട്ടായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇത് ഏട്ടത്തിയമ്മ തന്നെയാണ്. ആ സത്യം തെറ്റാണെന്നല്ലേ കുറെ കാലം കൊണ്ട് ഞാനും എന്റെ അമ്മയും ഇവിടെ നിലവിളിച്ചുകൊണ്ട് നടന്നത്. അപ്പൊ രഘു ഇങ്ങനെയൊന്നും അല്ലല്ലോ പ്രതികരിച്ചത്. ഓ, പറയുന്ന പോലെ ചേട്ടായി ഒരു യൂണിവേഴ്സിറ്റിയായി കണ്ട് ചേട്ടായി തരുന്ന ഉപദേശ ക്ലാസ്സുകളല്ലേ വേദവാക്യം. മോന്തായം വളഞ്ഞാലേ 64 വളയുമെന്നാണല്ലോ. അമ്മേ, ഈ രേഖ പറയുന്നത് അമ്മ മുഖവിലേക്ക് എടുക്കരുത്. അവള് പറഞ്ഞതിൽ എന്താ തെറ്റ്? നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രീലക്ഷ്മി എന്നും പറഞ്ഞ് ഒരു ബന്ധവും ഇല്ലാത്ത ഇവളെ നൂലുകെട്ടി ഇറക്കിയെന്നാണ് ഇവൻ പറയുന്നത്.
നമ്മളെ സന്തോഷിപ്പിക്കാനല്ല. ഇവന്റെ മരണത്തിലേക്കുള്ള എളുപ്പ വഴിയാ ഇവൻ പണം കൊടുത്തു വാങ്ങിയിരിക്കുന്നത്. രാഗസുധ ജയിലിലായതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും രവി ജീവിച്ചിരിക്കുന്നത്. രാഗസുധ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അന്ന് അവൾക്ക് കൊല്ലാൻ പാകത്തിന് അവൾ പറയുന്നിടത്ത് രവിയെ കൊണ്ടുചെല്ലാമെന്ന് ഇവൾ പറയുന്ന തിരുമൊഴിയുണ്ട് ദേ ഈ വീഡിയോയിൽ. അമ്മ, അത് ഞാനൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല. രവി സാറിനെയും ഈ കുടുംബത്തിനെയും രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. ഞാനാ ശ്രീലക്ഷ്മി, സത്യോ. കൺമണിയായി വന്നത് ഈ കുടുംബത്തിന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ച. ഇനിയും നീ പറയുന്നതൊക്കെ ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ?